പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടിട്ട് 3 മാസങ്ങളായിരുന്നു. ആ 3 മാസത്തിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. കാരണം സർക്കാർ അന്വേഷണത്തിന് തുനിഞ്ഞിറങ്ങിയെങ്കിലും പരാതിയില്ലായിരുന്നു, പരാതിക്കാരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 3 മാസ കാലത്തും സർക്കാരിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പരാതിക്കാരി വന്നിരിക്കുന്നു, വീണ്ടും ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു, ഒരു ഓഡിയോ സംഭാഷണവും ഒരു വാട്സാപ്പ് ചാറ്റും വന്നു. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പരാതിക്കാരി പരാതി കൊടുക്കാൻ തയ്യാറായി. അവർ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ പരാതി കൈമാറി. ത്വരിതഗതിയിൽ അന്വേഷണവുമായി പോലീസ് രംഗത്തിറങ്ങി. പരാതിക്കാരിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചു. അതിനെ തുടർന്ന് അതിഗുരുതരമായിട്ടുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ പോലും കിട്ടത്തക്ക വിധത്തിലുള്ള FIR ഇട്ടു. അന്വേഷണം ആരംഭിച്ചു. എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നു. അതിനിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതാണ്. എൻ്റെ കൈവശമുള്ളത് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ്. ഈ ജാമ്യാപേക്ഷയുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. ഇത് പ്രകാരം നേമം പോലീസ് സ്റ്റേഷനിൽ 1780/2025 ആയിട്ടാണ് ഈ ഒഫൻസ് കുറ്റം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS-ലെ 64(2)F, 64(2)H, 64(2)M, 89, 115(2), 381(3), IT ആക്ടിലെ 66(3), 66E ഇത്രയും വകുപ്പുകൾ ഇട്ടിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കുറ്റാരോപണങ്ങൾ പറയുന്നത് വളരെ ഗൗരവമുള്ള കുറ്റാരോപണങ്ങളാണ്. നിർബന്ധിതമായിട്ടുള്ള ലൈംഗിക പീഡനം, ബലാത്സംഗത്തിലൂടെ സ്ത്രീയെ ഗർഭിണിയാക്കിയത്, ആ ഗർഭഛിദ്രത്തിന് വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തിയത്, നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് ഇതിലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA ആണെന്ന് പറയുന്നു. 27/11/2025 മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പരാതി കൊടുത്തു. അപ്പോൾ ഈ പ്രതി അറസ്റ്റ് സാധ്യത മുൻകൂട്ടി കാണുന്നതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ അത് പരിശോധിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്. പ്രതി പറയുന്നത് ഈ പരാതി മുഴുവൻ ഫോൾസ്, ഫ്രിവലസ് ആൻഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ്. അതായത് ഇത് മുഴുവൻ കളവാണ്, ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതാണ് ഫോൾസ്, ഫ്രിവലസ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഇത് പറയും. എന്നിട്ട് പ്രതി പറയുന്നത് ഈ ഇര എന്ന് പറയുന്നത് BJPയുടെ ചാനലായിട്ടുള്ള ജനൻ ചാനലിലെ ഒരു റിപ്പോർട്ടറാണ് ഈ ഇര എന്നുള്ളതാണ്. ഇര അടുത്ത കാലത്ത് ഒരാളെ വിവാഹം കഴിച്ചിരുന്നു. അയാൾ BJPയുടെ പാലക്കാടുള്ള ഒരു ജില്ലാ നേതാവാണ്. ഈ ഇരയും ഭർത്താവും തിരുവനന്തപുരത്തുള്ളൊരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അനധികൃതമായിട്ടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിട്ടുള്ളതാണ് ഈ കേസ്. ഇതാണ് പ്രതിയുടെ വാദം. അടുത്ത ഭാഗത്ത് പ്രതിയുമായിട്ട് ഈ പ്രതിയും ഇരയും തമ്മിൽ ബന്ധമുണ്ടായത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയാണ്. അത് ഫേസ്ബുക്കിലൂടെ ഈ ഇര പ്രതിയെ ബന്ധപ്പെട്ടു. അങ്ങനെ പ്രതിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു ഈ തൻ്റെ ഭർത്താവ്, ഇര പറഞ്ഞു തൻ്റെ ഭർത്താവ് തന്നെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്ന് പ്രതിക്ക് ഈ ഇരയോട് ഒരു സിമ്പതി, ഒരു എമ്പതി തോന്നി, ഒരു അനുതാപം തോന്നി. അതിനെ തുടർന്ന് ഈ ബന്ധം വളരുകയും പരസ്പര
അനുവാദത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ അത് അവസാനിക്കുകയും ചെയ്തു. അതാണ് ലേറ്റർ ദ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് വിച്ച് എൻഡഡ് ഇൻ എ കൺസെൻഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഇരയെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാസമ്പന്നയാണ്, അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നറിയാവുന്നവരാണ്. ഈ ഇരയെ ഗർഭം ധരിപ്പിച്ചു പ്രതി എന്നുള്ള ആരോപണം തെറ്റാണ്. അതാണ് പ്രതി പറയുന്നത്. അടുത്തായിട്ട് പ്രതി പറയുന്നത് ഈ ഇര താനുമായി നടത്തിയിട്ടുള്ള എല്ലാ സംഭാഷണങ്ങളും അതാത് സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് പെർട്ടിനന്റ് ടു നോട്ട് ദാറ്റ് ദ വിക്ടിം വാസ് റെക്കോർഡിംഗ് എവറി മൊമെന്റ്സ് ഓഫ് ദർ റിലേഷൻ. അവർ ചാറ്റുകൾ, വോയിസ് കോളുകൾ എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവരുടെ ബന്ധത്തിൻ്റെ ഓരോ നിമിഷവും ഈ ഇര റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പ്രതിയെ കുരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അതാണ് പ്രതിയുടെ ഒരു പ്രധാനപ്പെട്ട വാദം. കാരണം വെച്ചാൽ താനുമായി അടുപ്പമുണ്ടായ സമയത്തുള്ള എല്ലാ മൊമെൻറ്റുകളും ഈ ഇര റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അത് തന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അതിനെ തുടർന്ന് ഈ ഇര എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്കെതിരെ പരാതി കൊടുക്കുന്നതിന് പകരം ആദ്യം പിന്നെ ഈ തൻ്റെ വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ മീഡിയയിലേക്ക്, മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. അവർ പരാതി കൊടുക്കാതെ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതൊരു മീഡിയ ട്രയലിന്, ഒരു മാധ്യമ വിചാരണയ്ക്ക് അതിലൂടെ അവർ കളമൊരുക്കി. അടുത്ത പ്രതി പറയുന്നത് ഈ ജനം ചാനലിൽ ജോലി ചെയ്യുന്ന ഈ ഇര തന്നെ ജനം ചാനലിലെ മാനേജ്മെൻറ്റ് ഈ പ്രതിക്കെതിരെ പരാതി കൊടുക്കണമെന്നും പരാതി കൊടുത്തില്ലെങ്കിൽ ഇരയ്ക്ക് ജനം ചാനലിൽ തുടരാൻ കഴിയില്ലെന്നും പറഞ്ഞു എന്ന് പ്രതി പറയുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് തൻ്റെ കയ്യിലുണ്ട്. അത് വാദത്തിൻ്റെ സമയത്ത് സമർപ്പിക്കാം എന്ന് കോടതി പറഞ്ഞു എന്ന് പ്രതി പറയുന്നു. എന്താണ്? ദ വിക്ടിം ഹു വാസ് വർക്കിംഗ് ഇൻ ജനം TV ആസ് ജേർണലിസ്റ്റ് herself informed the petitioner that Janam channel has asked her to file a complaint against the petitioner if she wants to continue in the channel. The voice recording of the victim stating the same shall be produced before the hearing. അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ഈ ഇര ലോക്കൽ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഉന്നതർക്കോ പരാതി കൊടുക്കുന്നതിന് പകരം അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് അവരുടെ രാഷ്ട്രീയ താല്പര്യം വ്യക്തമാക്കുന്നു. ദ വിക്ടിം ഡിഡ്ന്റ് ഫയൽ എ കംപ്ലൈൻറ്റ് ടു ഹെർ local jurisdiction police or higher authorities of the police. Instead, she filed the complaint before the Chief Minister of Kerala. This shows her political interest. അടുത്ത പറയുന്നത് ഇപ്പോൾ വിവാദമുണ്ടായതിൻ്റെ പശ്ചാത്തലം സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. After the arrest of a highly influential political leader of the CPM in connection with the Sabarimala gold issue, the SIT investigation was on the way to some more political leaders and MLAs of CPM. അതായത് ശബരിമല ഗോൾഡ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലുണ്ട്. CPM MLAയുടെ പങ്കിലേക്ക് വരെ ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുജന ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് മാറ്റാൻ BJPയുടെ സഹായത്തോടുകൂടി ഒരു ശ്രമം നടക്കുകയാണ്. ഇൻ ഓർഡർ ടു ടേൺ ദ പബ്ലിക് അറ്റൻഷൻ ദ കോൺട്രവേഴ്സി വാസ് മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് BJP. അതായത് പൊതുജന ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി BJPയുടെ സഹായത്തോടു കൂടിയാണ് ഈ വിവാദം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ സെക്ഷൻ 64 എന്ന് പറയുന്നത് അത് ആകർഷിക്കില്ല. കാരണം പ്രതിയും ഇരയുമായി പരസ്പര അനുവാദത്തോടു കൂടിയുള്ള കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. അതായത് ഈ പ്രതിയും ഇരയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും ഇല്ലാതാണ് തെളിയിക്കുന്നത്.
The victim also admits that the relation was consensual, which was the reason for her to visit the petitioner in multiple places. അത് കൺസെൻഷ്വൽ ആയതുകൊണ്ട്, പരസ്പരം അനുവാദത്തോടുകൂടി ആയതുകൊണ്ടാണ് ഇര ഈ പ്രതിയെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ ചെന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 89 നിലനിൽക്കില്ല. The offence of section 84 of BNS will not be attracted as the main ingredient of the section. അതായത് ആ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഘടകം പറയുന്നത് ഈ ഇരയുടെ അനുവാദമില്ലാതെ ഗർഭഛിദ്രം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇര ഇതിനാവശ്യമായിട്ടുള്ള ഗുളികകൾ, ഗർഭഛിദ്രത്തിലുള്ള ഗുളികകൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ഇനി ഗർഭഛിദ്രം നടന്നുവെങ്കിൽ തന്നെ അത് ഇര തന്നെത്താനെ ചെയ്തിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഇര ഒരാളുമായി വിവാഹിതനാണ്, ആ വിവാഹബന്ധത്തിൽ അവർ തുടരുകയാണ്. അപ്പോൾ ഇര ഗർഭിണിയാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. BSIയിലെ 116 വകുപ്പ് പ്രകാരം അതിൻ്റെ ഇര ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ്. ഇതാണ് പ്രധാനമായും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രതി സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ. സുഹൃത്തുക്കളെ, ഈ ജാമ്യാപേക്ഷ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ജാമ്യാപേക്ഷയിൽ അങ്ങോളം ഇങ്ങോളം നിഴലിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതെല്ലാം ഞാൻ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരുപാട് വിധിന്യായങ്ങൾ ഇതുപോലുള്ള സമാനമായിട്ടുള്ള കേസുകളിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്, മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്, കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് നിയമപരമായി നോക്കിയാൽ. പക്ഷേ നിയമപരമായിട്ട് അതിന് സാധ്യതയുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും കോടതി വിധികളുടെ അടിസ്ഥാനത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ആനുകൂല്യം കീഴ്ക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന സംശയം. കാരണം കീഴ്ക്കോടതിക്ക് മേൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കീഴ്ക്കോടതിക്ക് എത്രത്തോളം സ്വതന്ത്രമായി നിയമത്തിനനുസൃതമായി നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ വലിയ സമ്മർദ്ദം ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ കീഴ്ക്കോടതിക്ക് മേൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം അതിനിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും അത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം പരിപൂർണമായി തെറ്റായിരുന്നു എന്നായിരിക്കും ആ വിധിന്യായത്തിലൂടെ പുറത്തു വരിക. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതിക്ക് മേൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു സാധ്യതയായി നിരീക്ഷിക്കുന്നത് കീഴ്ക്കോടതി ആ സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള സാധ്യത ആണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വന്നെന്നിരിക്കാം. പക്ഷേ കീഴ്ക്കോടതി ആ സമ്മർദ്ദത്തിന് വഴങ്ങി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായതുകൊണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിന് കീഴ്ക്കോടതിക്ക് പറയാവുന്നൊരു ന്യായം എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് എഴുതി ചേർത്തിട്ടുള്ളത്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെയുള്ള വകുപ്പുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ എഴുതി ചേർത്തിട്ടുള്ള സാഹചര്യത്തിൽ ഏതാനും ചില മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് ന്യായമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീഴ്ക്കോടതിക്ക് ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ കഴിഞ്ഞേക്കാം എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അത് സമ്മർദ്ദം കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. സമ്മർദ്ദമായിരിക്കാമെങ്കിൽ പോലും ന്യായമെന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കാം കീഴ്ക്കോടതി ഇത് തള്ളുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ളത് വസ്തുത. എന്നാൽ
ഈ കേസ് ഹൈക്കോടതിയിലെത്തിയാൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ വിധിന്യായങ്ങൾ, ഞാനത് ഓരോന്നോരോന്നായി എടുത്ത് വിശദീകരിക്കുന്നില്ല, ഒട്ടേറെ വിധിന്യായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പെട്ടു പോയാലും ഹൈക്കോടതിയിൽ വരുമ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് കീഴ്ക്കോടതിയിൽ എതിരാണെങ്കിലും ഹൈക്കോടതിയിൽ അനുകൂലമായേക്കാം. ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ നിരീക്ഷണം.